MC ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വാട്സപ്പിലെ ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മെസ്സഞ്ചറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബബിൾ ടൈപ്പ് മെസ്സേജുകൾ വരുന്നത്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ മെസ്സേജ് കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അവിടെ നിന്ന് കാണുവാൻ വേണ്ടി സാധിക്കും. ഇതേ രീതിയിൽ നിങ്ങൾക്ക് വാട്സപ്പ് പോലെയുള്ള പലവിധ, അതായത് നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാവിധ നോട്ടിഫിക്കേഷനും ഇതേ രീതിയിൽ ബബിൾ ടൈപ്പ് മെസ്സേജ് കാണുവാൻ വേണ്ടി സാധിക്കും. ഈ ആപ്ലിക്കേഷൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്കത് കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ നെയിമാണ് നോട്ടി സ്റ്റോറി എന്ന്. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഒരു ആപ്ലിക്കേഷനാണ്. ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് പെർമിഷനുകൾ അലോ ചെയ്യാൻ വേണ്ടി പറയും. അതൊക്കെ തന്നെ നിങ്ങൾ അലോ ചെയ്ത് നൽകുക. ഇവിടെ നിങ്ങൾ കാണാം ഓക്കെ എന്നൊരു ബട്ടൺ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ ആക്സസ് നിങ്ങളിവിടെ എനേബിൾ ചെയ്ത് നൽകുക. അതിനുശേഷം അലോ എന്ന് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ബാക്ക് വരാം. വീണ്ടും നിങ്ങൾക്ക് ഒരു പെർമിഷനും കൂടി അലോ ചെയ്യാൻ വേണ്ടി പറയും. നിങ്ങൾ സെലക്ട് ആപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് നിങ്ങൾക്ക് ഇതേ രീതിയിൽ നോട്ടിഫിക്കേഷൻ വരേണ്ടത്, ആ ആപ്ലിക്കേഷനൊക്കെ തന്നെ നിങ്ങളിവിടെ എനേബിൾ ചെയ്ത് നൽകുക. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കിവിടെ കാണാം വാട്സപ്പ്, അതേപോലെ തന്നെ വിഷ്, പല രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഇവിടെ എനേബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഇതേ രീതിയിൽ പോപ്പപ്പായി മെസ്സേജ് വരേണ്ടത്, ആ ആപ്ലിക്കേഷനൊക്കെ തന്നെ നിങ്ങൾ ഇവിടെ എനേബിൾ ചെയ്ത് നൽകുക. അതിനുശേഷം നിങ്ങളിവിടെ താഴെ കാണാം സേവ് എന്നൊരു ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ ചെയ്യേണ്ട സെറ്റിങ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ താഴെ കാണാം സ്റ്റാർട്ട് എന്നൊരു ബട്ടൺ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊരു പെർമിഷനും കൂടിയുണ്ട്. ആ പെർമിഷൻ നിങ്ങളിവിടെ അലോ ചെയ്ത് നൽകുക. അതിനുശേഷം ബാക്ക് വരാം. നിങ്ങൾക്കിവിടെ മുകളിലായി കാണാം ഒരു 3 ലൈൻ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലോട്ടിംഗ് സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ 2 ഓപ്ഷനും എനേബിൾ ചെയ്ത് നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് ബാക്ക് വന്ന് നിങ്ങൾ MI യൂസർ ആണെങ്കിൽ, അതായത് ഞാൻ ഇപ്പോഴും പറയുന്ന അതേ ഓപ്ഷൻ തന്നെയാണ്, നിങ്ങൾ MI മൊബൈൽ യൂസർ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് വരികയാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഒരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ എവിടെയാണോ ഉള്ളത് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഇവിടെ നിന്നും ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ കാണാം നോട്ടി സ്റ്റോറി എന്ന ഈ ആപ്ലിക്കേഷൻ നെയിം, അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഓട്ടോ സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണാം ഓക്കെ എന്ന ബട്ടൺ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒതർ പെർമിഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഹോം സ്ക്രീൻ ഷോർട്ട് കട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ചെയ്യേണ്ട എല്ലാവിധ സെറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ്, അതായത് വാട്സപ്പ് ബിസിനസ്സിൽ നിന്നും ഒരു മെസ്സേജ് എൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ മെസ്സേജ് ഇവിടുന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം സൈഡിലായിട്ട് ബബിൾ ടൈപ്പ് നിങ്ങൾക്ക് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് മെസ്സേജാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് പോകുവാനും സാധിക്കും. അതായത് നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ മെസ്സേജ് വായിക്കുവാനും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത മെസ്സേജ് ഇവിടെ നിന്ന് കാണുവാനും സാധിക്കുന്നതാണ്. ഇത് വാട്സപ്പിൽ മാത്രമല്ല, എല്ലാവിധ ആപ്ലിക്കേഷനുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിനെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.